പിണറായി സർക്കാരിന്റെ കാലത്ത് ജയിൽ അധികൃതരുടെ ഒത്താശയോടെ ലഹരി മാഫിയകൾ വിളയാടുന്നതിന് ഞെട്ടിക്കുന്ന ഒരു തെളിവ് കൂടി പുറത്തുവരികയാണ്. തടവുകാർക്ക് ലഹരി എത്തിച്ചു നൽകുക, ലഹരി വിൽപ്പനക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുക, ഇങ്ങനെയുള്ള ഒരു ജയിൽ ഓഫീസർ. പുള്ളിക്കാരന് ഇടതുപക്ഷത്തെ രണ്ട് പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് എന്തുമാവാം. ഇവനൊക്കെ ഇതിന് ദിവസക്കൂലിയോ മാസക്കൂലിയോ എന്ന സിനിമാ ഡയലോഗ് ഇവിടെ ഓർത്തു പോവുകയാണ്. എറണാകുളം കാക്കനാട് സബ് ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഷിറാസ് ബഷീറിനെയാണ് സംഭവം പുറത്തായതോടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്താൽ പിന്നെ എല്ലാം ആയല്ലോ. ഇനി സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് ജയിലിലേക്ക് തിരിച്ചു വരുന്ന വരവ് എങ്ങനെയാവുമെന്നത് കണ്ടറിയണം. സാധനങ്ങൾ ലോറി വിളിച്ചു കൊണ്ടുവരുമോ എന്ന് മാത്രമേ സംശയമുള്ളൂ. ഇനി ഇത് പുറത്തറിഞ്ഞതുകൊണ്ട് പിടിക്കപ്പെട്ടു. മറ്റു ജയിലുകളിലും പിടിക്കപ്പെടാതെ എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടാകും എന്ന കാര്യം കൂടെ നാം ഓർക്കണം. ഇതിപ്പോൾ ഒരു സ്ഥിരം സംഭവമായിരിക്കുന്നു. സംസ്ഥാനത്തെ ജയിലുകളുടെ അവസ്ഥ എത്രത്തോളം മോശമായി എന്നതിന് വ്യക്തമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പല ജയിലുകളിലും CPM തടവുകാർ വൻതോതിൽ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയിരുന്നു. CPM തടവുകാർക്ക് മാത്രമല്ല, ആവശ്യക്കാർക്കെല്ലാം ലഹരി എത്തിച്ചു നൽകുന്ന മാഫിയ സംഘങ്ങൾക്ക് ഇത്തരം ഓഫീസർമാരുമായി അടുത്ത ബന്ധമാണുള്ളത്. സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷിറാസിനുമേൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. തടവുകാർക്ക് ജയിലിൽ ലഹരി എത്തിച്ചു നൽകുന്നതിന്റെ പ്രതിഫലം ഇയാൾക്ക് തടവുകാർ നിയോഗിക്കുന്ന ആളുകൾ ജയിലിനു പുറത്തുവെച്ച് കൈമാറുകയായിരുന്നു പതിവ്. ക്രിമിനൽ കേസ് പ്രതികളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ഈ ജയിൽ ഓഫീസർ. ഒരു മുൻ CPM മന്ത്രിയുടെ പോലീസ് വകുപ്പിലുള്ള അടുത്ത ബന്ധുവാണ് ഇയാൾക്ക് ഇത്രയും കാലം സംരക്ഷണം ഒരുക്കിയിരുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിരുന്നതായും കൊച്ചി സിറ്റി രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ശക്തമാക്കിയ വിവരം ചോർത്തിക്കിട്ടിയ ഇയാൾ മുങ്ങിയിരിക്കുകയാണ്. തുടർ നടപടികളിലേക്ക് കടന്നാൽ മാത്രമാണ് ഇയാളുടെ ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാനത്തെ ജയിലുകളിൽ തടവുകാർക്ക് പല വഴികളിലൂടെ ലഹരി വസ്തുക്കൾ ലഭിക്കുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുമ്പോൾ സംസ്ഥാനത്തെ ജയിലുകൾക്കുള്ളിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അടുത്തിടെയാണ് തടവുകാർക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ച മറ്റൊരു ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത്. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ നിന്നും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ KP ഷംസുദ്ദീനാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. കൈമാറുന്ന ലഹരി വസ്തുവിന്റെ വില ഇയാളും ഈടാക്കിയിരുന്നത് പുറത്തു തടവുകാർ ഏർപ്പെടുത്തുന്ന ആളുകളിൽ നിന്നായിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ TP വധക്കേസ് പ്രതികൾ മദ്യപിച്ചത് അടുത്തിടെ വിവാദമായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ഈ സംഭവം നടന്നത്. TP വധക്കേസ് പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരാണ് പോലീസിന്റെ ഒത്താശയോടെ മദ്യപിച്ചത്. ഇവർ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് നിർബന്ധിക്കപ്പെട്ടു. സംസ്ഥാനത്തെ ജയിലുകൾ ലഹരി കേന്ദ്രങ്ങളാകുന്നതിൽ കടുത്ത ആശങ്ക തുടരുന്നതിനിടെയാണ് ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ലഹരി വസ്തുക്കളുടെ കാരിയർമാരായി മാറുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ അടിക്കടി പുറത്തേക്ക് വരുന്നത്. സംസ്ഥാനത്തെ ജയിലുകൾ കേവലം തടവറകളായിട്ടല്ല വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തിരുത്തലുകൾക്കും മാനസിക പരിവർത്തനങ്ങൾക്കും ഇടമൊരുക്കുന്ന കേന്ദ്രങ്ങളായിട്ടാണ് ജയിലുകൾ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വേലി തന്നെ വിളവ് തിന്നുന്ന സാഹചര്യമാണ് നിലവിൽ പല ജയിലുകളിലുമുള്ളത്. കഞ്ചാവും മയക്കുമരുന്നും ഗുളിക രൂപത്തിലുള്ള ലഹരി വസ്തുക്കളും ജയിലുകളിൽ സുലഭമായി ലഭിക്കുന്നുണ്ട് എന്ന് മുൻ തടവുകാർ തന്നെ വെളിപ്പെടുത്തുന്ന സംഭവങ്ങൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. ചെറിയ കേസുകളിൽ ജയിലിൽ കഴിയുന്നവർ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ലഹരിക്ക് അടിമകളായി മാറുന്നത് പതിവായി മാറിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെ പല പദ്ധതികളും ആസൂത്രണം ചെയ്യുകയും അവയെല്ലാം കൊട്ടിഘോഷിച്ച് PR ഏജൻസികളെ കൊണ്ട് പരസ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലഹരിക്കെതിരെ കൂട്ടയോട്ടം മുതൽ സർവ്വനമ്പരുകളും ഇറക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് സർക്കാർ ശമ്പളം പറ്റുന്ന ആഭ്യന്തര ജയിൽ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തന്നെ ലഹരി വസ്തുക്കളുടെ കാരിയർമാരായി മാറുന്ന ദയനീയ കാഴ്ചയും നാം കേരളത്തിൽ കാണുന്നത്.